കൂട്ടുകാരെ, ഈ ക്രിസ്മസ് രാവിൽ, അതായത് ഈ തണുപ്പ് മഞ്ഞുള്ള ഈ രാത്രിയിൽ ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഇവ എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങളിങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അതേക്കുറിച്ച് ഒന്ന് നോക്കിയാലോ. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മണിവിളക്കുകൾ തന്നെയാണ് നക്ഷത്രങ്ങൾ. ഓരോ നക്ഷത്രവും നമുക്ക് ഒരു ചിതയാണെന്ന് പറയാം. കാരണം എന്തെന്നറിയാവോ? കത്തുന്ന വാതക പടലമാണ് ഒരു നക്ഷത്രം. അതൊരു ചൂളയായി സ്വയം കത്തി എരിയുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഈ വെണ്മയേറിയ ഈ തൂവെളിച്ചം, നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഈ വെളിച്ചം നമുക്ക് തരുന്നത്. അതുപോലെ വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ ഒരുതരം മേഘക്കുന്നായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇത് ഉരുത്തിരിയുന്നത്. അതങ്ങനെയാണ് ഉടലെടുക്കുന്നതും. ഗുരുത്വാകർഷണ ബലത്തിൽ സങ്കല്പിക്കുന്നതിനും അപ്പുറം വലിപ്പമുള്ള മേഘക്കുന്നുകളായ ഇവ പൊടുന്നനെ വേഗം ഇങ്ങനെ സങ്കോചിക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ മേഘവലയത്തിൻ്റെ മധ്യത്ത് അതിഭയങ്കരമായ ഉന്നതമർത്തം അനുഭവപ്പെടും. തുടർന്ന് ഉഷ്ണമേറിയേറി ആ ഭാഗം അങ്ങ് വളരെ ചുട്ടുപഴുക്കും. അപ്പോൾ ഹൈഡ്രജൻ വാതകം ഹീലിയമായി മാറും. ഇങ്ങനെ മാറുന്ന ആ രാസക്രിയ തന്നെയാണ് നക്ഷത്രങ്ങളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ പഠിക്കാനൊക്കെ ഉണ്ട് പാഠപുസ്തകങ്ങളിൽ. അവർക്കറിയാം ഇതൊക്കെ അല്ലേ. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ, ചില കുട്ടികൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നതാണ്. അതുപോലെ ആകൃതിയിലും നിറത്തിലും പ്രായത്തിലും താപനിലയിലും പ്രകാശ തീവ്രതയിലും നക്ഷത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ചുമന്ന നക്ഷത്രങ്ങൾക്ക് ചൂട് കുറവാണ്. ചുട്ടുപഴുത്ത് തീജ്വാലയായി വർഷിച്ച് നിൽക്കുന്നവയാണ് നീല നക്ഷത്രങ്ങൾ. ഉള്ളിലെ ചൂട് ഏറിയേറി പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങളാണ് സൂപ്പർനോവ. നക്ഷത്രങ്ങളിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം. അങ്ങനെ എത്തുന്ന പ്രകാശത്തെ വിശ്ലേഷിച്ചാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും ഘടന. അതിലേക്കുള്ള ദൂരമോ, അതിൻ്റെ ചലനവേഗം, ദിശ എന്നീ വസ്തുക്കളെയാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. പിന്നെയോ, പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണവും അവയിലേക്കുള്ള ദൂരവ്യാപ്തിയൊക്കെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. അവയെ ഇങ്ങനെ നമുക്ക് അവയുടെ വർണ്ണനയൊക്കെ എണ്ണി എണ്ണി പറയാൻ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഒരു 3000 നക്ഷത്രം കാണാനുള്ള കാഴ്ചശക്തിയെ നമുക്കുള്ളൂ. നമ്മളാകെ നോക്കുമ്പം അതിൽ കൂടുതൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മാനത്ത് ഓരോ പുഞ്ചിരിത്തിളക്കമായി മഹാകവിയൊക്കെ അല്ലേ നക്ഷത്രങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും പുഞ്ചിരിയുള്ള, ഏറ്റവും മനോഹരമായ ദൃശ്യമായി വർണ്ണിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ?